1499 പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്ന ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ഉണ്ട് ലൂണാർ സീക്ക്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറയാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ലൂണാർ സീക്ക് നിങ്ങൾക്ക് വേണോ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള DeepZStore എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് അവിടെ നിന്ന് വാങ്ങിക്കാം. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZStore. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ലൂണാർ സീക്ക്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. റൗണ്ട് ഡയലാണെങ്കിൽ പോലും മുകളിലും താഴേക്ക് ആ ഒരു എക്സ്റ്റൻഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പഴയ കാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന ക്ലോക്ക് ഉണ്ടല്ലോ അതേപോലത്തെ ഡിസൈൻ ആണ്. കുറച്ച് ബൾക്കി ഫീൽ ആണ് എങ്കിൽ പോലും ഇത് ആക്ച്വലി ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല പ്രീമിയം ലുക്കാണ്, മെറ്റൽ ബോഡി പോലെയൊക്കെ ഫീൽ ചെയ്യും. വലതുവശത്ത് ഒരു ക്രൗൺ ഉണ്ട്, ആക്ച്വലി വർക്കിംഗ് ക്രൗൺ ആണ്. കൂടാതെ മുകളിലൊരു മൈക്ക് കാണാം, ഇടതുവശത്ത് ഒരു മൈക്ക് കാണാം. പുറകിൽ നോക്കുവാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിംഗ് പോയിന്റ് സ്പീക്കറൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മുടെ സ്ട്രാപ്പിലേക്ക് ഉണ്ടെങ്കിൽ 22 mm ആണ് സ്ട്രാപ്പ് സൈസ്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് മിലാനീസ് മെറ്റൽ ബെൽറ്റ് ആണ്. ഈ മെറ്റൽ ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് 1699 ആയത്. എന്നാൽ 1499 ഉള്ളൂ സിലിക്കൺ ബെൽറ്റ് നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ. ഇപ്പോൾ ഈ ഒരു വാച്ചിന്റെ കൂടെ കിട്ടുന്നത് ഡാർക്ക് സിൽവർ കളറാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിലാനീസ് മെറ്റൽ ബെൽറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കോമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ DeepZStore എന്ന് പറഞ്ഞാൽ ഏത് കളറിലുള്ള മെറ്റൽ ബെൽറ്റും അവിടെ അവൈലബിൾ ആണ്. കൂടാതെ മറ്റുള്ള മോഡൽസിലുള്ള സ്ട്രാപ്പുകളും അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് ഉണ്ടെങ്കിൽ 2.5D കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 1.39 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. 500 നിറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സണ്ണി ഡേയ്സിലും വിസിബിൾ ആകും. എന്നാൽ 100% നമ്മൾ ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് 10 ദിവസം നമുക്ക് ഇതിൽ ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും അങ്ങോട്ട് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് ഉണ്ടെങ്കിൽ വാച്ച് ബൂട്ടപ്പ് ആയി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ മറ്റുള്ള വാച്ച് ഫേസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 8 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും ബോഡ്കാസ്റ്റ് ആപ്പ് വഴി 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടേക്ക് കൊണ്ടുവരാം. ഇനി അതല്ല നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഇടുന്നെങ്കിൽ അതും ഇതിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് മീഡിയ, നമ്മുടെ മൊബൈൽ ഫോണിലെ മീഡിയ നമുക്ക് ഇപ്പോൾ മൊബൈലാണ് കാണിക്കുന്നത്. എന്നാൽ ഇതങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യണമെങ്കിൽ വാച്ചിലേക്ക് ഇപ്പോൾ യൂട്യൂബും അതല്ല വാട്സപ്പിലെ ഓഡിയോ കേൾക്കുമ്പോഴത്തേക്ക് അത് വാച്ചിലേക്ക് കേൾക്കുന്ന രീതിയാക്കാം. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഫ്ലാഷ്, ബ്രൈറ്റ്നസ് സെറ്റിംഗ്സ്. ബ്രൈറ്റ്നസ് ആക്ച്വലി ഉണ്ടാകും ഞാൻ ലെവൽ 2 ലെവൽ 5 വരെ പോകും. എന്തായാലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ് ആക്ച്വലി ഈ ഒരു ലെവൽ 2 പോലും. കൂടാതെ ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ സാറ്റർഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് എഴുതിയിട്ടുണ്ട്. ബാറ്ററി ലെവലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് ആക്ച്വലി നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇനി ഇടതുനിന്ന് വലത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺടാക്ട്സ് ഒരു 10 വരെ ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ആപ്പ് വഴി. കൂടാതെ കോൾ ഹിസ്റ്ററി കാണാം. അതേപോലെ തന്നെ ഡയൽ ചെയ്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കും. കൂടാതെ വെതർ അപ്ഡേറ്റ് ചെയ്യാം. ഇതെല്ലാം ആപ്പ് വഴി ഇനേബിൾ ചെയ്താൽ ഇവിടെ വെതർ അപ്ഡേറ്റ് ആവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെയാണ് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും സൗണ്ട് അപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. കൂടാതെ ഇവിടെയും ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ആപ്പിൽ പോയി ഇനേബിൾ ചെയ്യണം. കൂടാതെ സ്ലീപ്പ് ഡേറ്റ കാണാം, BP, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, കൂടാതെ ആക്ടിവിറ്റി. പിന്നെ ഇതേപോലെ തന്നെയാണ് സെയിം സാധനം നമ്മൾ വലുതുനിന്ന് ഇടത്തോട്ടാക്കിയാലും കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി മെയിൻ മെനുവിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രൗണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതേ കണ്ടോ നമ്മളെ മെയിൻ മെനുവിലേക്ക് വന്നു. ക്രൗൺ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ക്രൗണിൽ ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്ക് കണ്ട ഓരോ ഓപ്ഷൻസ് വയ്ക്കാം. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ട ആ ഒരു മോഡൽ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. എന്തായാലും 2 മോഡൽ മാത്രമേ ഉള്ളൂ, ഒന്ന് ലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സംഭവം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ ബ്രൈറ്റ്നസ്, തീം, റീബൂട്ട്, പവർ ഓഫ്, ഫാക്ടറി റീസെറ്റ്, പവർ സേവിംഗ് മോഡ്, പാസ്വേഡ്, നോട്ടിഫിക്കേഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, എബൌട്ട്. പാസ്വേഡ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം കേട്ടോ, അതൊക്കെ വേറെ കാര്യം. കൂടാതെ സ്പോർട്സ് കാണാം. 100ൽ പരം സ്പോർട്ട് മോഡ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അത് വെച്ചിട്ട് ചെയ്യുക. കൂടാതെ സ്പോർട്സ്, റെക്കോർഡ്, ഫോൺ, ഹാർട്ട് റേറ്റ്, ആക്ടിവിറ്റി, സ്ലീപ്പ്, സ്ട്രെസ്, SPO2, അലാം, നോട്ടിഫിക്കേഷൻ, ക്യാമറ, മ്യൂസിക്, വെതർ, ടൈമർ, ഫൈൻഡ് മൈ ഫോൺ, സ്മാർട്ട് വാച്ച്, ആപ്പ്, QR കോഡ്, വോയിസ് അസിസ്റ്റൻസ്, വേൾഡ് ക്ലോക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വേൾഡ് ക്ലോക്ക് ഒക്കെ തന്നെ ഇതെല്ലാം നമ്മുടെ ആപ്പ് വഴി അങ്ങോട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും മെയിൻ മെനുവിൽ കാണാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇനി കാൽക്കുലേറ്റർ ഉണ്ടോ ബ്രോ എന്ന് കമൻറ്റ് ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ. എന്തായാലും കാൽക്കുലേറ്റർ ഇല്ല കേട്ടോ. പൊതുവേ എനിക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റുന്ന സംഭവമാണ് കാൽക്കുലേറ്റർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു യൂസർ ഇന്റർഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IP67 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളത് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ അങ്ങോട്ട് ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ വാട്ടർ ഡാമേജ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ദേ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത് വാച്ച് കാണിക്കുന്നത്. നമുക്കൊന്നെങ്കിൽ കോൾ എടുക്കാം അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാം. ആരാണ് വിളിക്കുന്നത് വരെ എഴുതി കാണിക്കും. എന്തായാലും
കോൾ എടുക്കുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാം. ഇനി അതല്ല ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, കൂടാതെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം കേട്ടോ. ഇനി ഇതിന്റെ ബാറ്ററി സൈഡിലേക്ക് ഉണ്ടെങ്കിൽ അപ് ടു 7 to 10 ഡേയ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അബൌട്ട് 2 hours ആണ് ചാർജിങ് ടൈം. 5V2A ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. മാക്സിമം ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിൽ മാത്രം അത് വെച്ച് ചാർജ് ചെയ്യുക. ഉറപ്പായിട്ടും അത് ഈ വാച്ച് എന്നുള്ളതല്ല, ഏതൊരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കമ്പനി എവിടെയെങ്കിലുമൊക്കെ യൂസർ മാനുവൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നോയ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യില്ലെന്നുള്ളത്. ഇനി നമ്മുടെ ക്രെസ്റ്റ് ആപ്പിൽ ഈ ഒരു വാച്ച് പേര് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസാണ് കാണാൻ പറ്റുന്നത്. അവിടെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. ബ്ലൂടൂത്ത് കോളിംഗിലേക്ക് പോകണമെങ്കിൽ അവിടെ നമുക്ക് 20 കോൺടാക്ട്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്നവരെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 61% ബാറ്ററി ഉണ്ട്. കൂടാതെ ലാസ്റ്റ് സിങ്ക് എപ്പോഴാണ് നമ്മുടെ വാച്ചിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഫിറ്റ്നസ്സിലേക്ക് പോകണമെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനും അതും ഇതൊക്കെയാണ് ഉള്ളത്. മൈ വാച്ചിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് വാച്ച് ഫേസ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ ആദ്യം കാണാൻ പറ്റുന്ന ചേഞ്ച് വാച്ച് ഫേസിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു കസ്റ്റമൈസ് യുവർ വാച്ച് ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗാലറിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലൈവായിട്ട് ക്യാമറ എടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ വാച്ച് സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ നമുക്ക് വാച്ച് സ്റ്റാറ്റസ് കണക്റ്റഡ് ആണ്, വേണമെങ്കിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. കൂടാതെ വാച്ച് ഫീച്ചേഴ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോ മോണിറ്ററിംഗ്, ഹാർട്ട് റേറ്റ് ഓൺ ഓഫ് ഒക്കെ ആക്കാം, സെഡൻഡറി റിമൈൻഡർ, അലാം, നഡ്ജസ്, വേൾഡ് ക്ലോക്ക്, ബ്ലൂടൂത്ത് കോളിംഗ്, നോട്ടിഫിക്കേഷൻ, വെതർ, ഇതൊക്കെ നമുക്ക് ഇനേബിളും ഡിസേബിളും ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാച്ച് കൺട്രോളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വേക്കപ്പ് ഗസ്റ്റർ, ഫോർമാറ്റ് ആൻഡ് യൂണിറ്റ്സ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഇതെല്ലാം ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കൂടാതെ എബൌട്ട് വാച്ചസും നമുക്കിവിടെ കാണാൻ പറ്റുമേ. ഇതെല്ലാം തന്നെ ഇവിടെ സെറ്റിംഗ്സിൽ വന്നാലും കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. കൂടാതെ ലിങ്ക്ഡ് ആപ്ലിക്കേഷൻസ്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, എബൌട്ട് ആപ്പ് ഇവിടെ കാണാം. കൂടാതെ ഫിറ്റ് ക്രൂവിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്യാം. അതായത് നോയ് ഫിറ്റ് ആപ്പിലും അല്ലെങ്കിൽ സ്ട്രാവയിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു ബോട്ടിന്റെ ആപ്പ് വഴിയും അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് ലൂണാർ സീക്കിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1500 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ 1700 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെറ്റൽ ബെൽറ്റ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം 1700 പോവുക. അതർവൈസ് 1500 രൂപയ്ക്ക് നമുക്കിത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയാം. പ്രത്യേകിച്ച് ബോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വേണം, കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം, ക്രൗൺ വർക്കിംഗ് ആയിരിക്കണം, ബ്ലൂടൂത്ത് കോളിംഗ് ആയിരിക്കണം, പിന്നെ ഈ ഒരു യൂണിക് ഡിസൈനൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും പോകാം. ഞാൻ പറയുന്നത് മെറ്റൽ ബെൽറ്റ് സഹിതം ഒരു 1499 കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. 1700 പോകുന്നതിനേക്കാളും ഓഫർ സമയത്ത് അമോലോ ഡിസ്പ്ലേ വിത്ത് ബ്ലൂടൂത്ത് കോളിംഗ്, ക്രൗൺ വർക്കിംഗ് ഒക്കെ കിട്ടും. സോ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും, മറ്റുള്ള മോഡൽസ് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഇതൊക്കെ ഓഫർ സമയത്ത് ഒരു 1500, 1399 വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 1299 രൂപയായിരുന്നു ബിഗ് ബില്യൺ ഡേയ്സിൽ മെറ്റൽ ബെൽറ്റ് സഹിതമുള്ള പ്രോഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞത്. ചിലപ്പോൾ വീണ്ടും എന്താ പറയുക ബിഗ് സേവിംഗ് ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതേപോലെ കുറയാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല, കാരണം ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ മാത്രമായിരിക്കാം മേ ബി ആ ഒരു റേറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി കുറയും, ചിലപ്പോൾ 1500 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എടുത്തെങ്കിൽ ഉറപ്പായിട്ടും ഇത് വർത്ത് ബൈയിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് ലൂണാർ സീക്കിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇഷ്ടം അത് ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ഒന്ന് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.